നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 13 ആണ് ഇന്ന്. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം എന്തായി പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതി നോക്കാം. നിങ്ങളെ നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നിങ്ങൾ ചാനൽ കയറി ചെക്ക് ചെയ്തോണേ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പം PSC യൂട്യൂബ് എപ്പോഴും PSC വരുന്നുള്ളൂ, സോറി. യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് ചില വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് അവർ വിടാറുള്ളൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്തോളാം. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എന്തായാലും ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് തന്നേക്കാം. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കണേ. ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. 15 ചോദ്യങ്ങളാണ് ഉള്ളത്. 13 മാർക്കാണ് ഇന്നത്തെ കട്ട് ഓഫ്. സ്റ്റാർട്ട് ചെയ്യാം. മെയിൻസ് ഡേ 13 എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും നായയുടെ പര്യായ പദം കണ്ടെത്തുക. സാരമേയം, ചാപം, രിപു, ഊർമി. 2. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും വില്ലിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. കാർമുകം, വൈരി, ധനുസ്, കല്ലോലം. ഓപ്ഷൻ നോക്കുക, ABCD. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. 3. Which of the following is the synonym of dull? Quarrelsome, to search thoroughly and carefully, put together, a pleasant shady place under trees. 4. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. രണ്ടാമത്തെ പ്രസ്താവന, ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് മൂർക്കോത്ത് കുമാരനാണ്. മൂന്നാമത്തെ പ്രസ്താവന, ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1920-ലാണ്. നാലാമത്തേത്, ആത്മോപദേശ ശതകം, ജാതി ലക്ഷണം എന്നിവ ഗുരുവിന്റെ രചനകളാണ്. അപ്പൊ അതിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക. 5. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഗുരു കെ സുരേന്ദ്രൻ, നാരായണം പെരുമ്പടവം ശ്രീധരൻ, യുഗപുരുഷൻ ആർ സുകുമാരൻ, ഗുരുവിന്റെ ദുഃഖം MK സാനു. 6. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ? വെള്ളായണി കായൽ, അഷ്ടമുടി കായൽ, കന്നേറ്റി കായൽ, പുന്നമടക്കായൽ. 7. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. 8. ചുവടെ പറയുന്നവയിൽ തൈക്കാട് അയ്യയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പഴനി വൈഭവം, എന്റെ കാശി യാത്ര, ശിവയോഗ രഹസ്യം, ബ്രഹ്മോത്തര കാണ്ഡം. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. മോക്ഷപ്രദീപം ചട്ടമ്പിസ്വാമികൾ, മോക്ഷപ്രദീപ ഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗി, ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ, ആനന്ദ ലഹരി ശങ്കരാചാര്യർ. ഇതിൽ നിന്നും തെറ്റായ ജോഡി ഓപ്ഷനിൽ നോക്കി കണ്ടെത്തുക. ഇത് ABCD നിട്ടോണേ. A 1 3, B 1 2, C 1 മാത്രം, D 4 മാത്രം. 10. വാഴത്തട വിപ്ലവം ചുവടെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പിസ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നടരാജഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. 11. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പിസ്വാമികളുടെ ഏത് കൃതിയെ പറ്റിയാണ് സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ആദിഭാഷ, ക്രിസ്തുമത ഛേദനം. അടുത്ത ചോദ്യം 12. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും സബ്ഷെൽ ഇലക്ട്രോൺ പൂരണത്തിന്റെ ശരിയായ ക്രമം എഴുതുക. എങ്ങനെയാണ് ഇലക്ട്രോൺസ് നിറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്, നോക്കി എഴുതുക. 13. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത്, ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തേത്, ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. 3.
ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4. ഓരോ ഷെല്ലിനും അതിന്റെ ഷെൽ നമ്പറിന് തുല്യമായ അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 14. ആറ്റങ്ങളിലെ ചില സബ് ഷെല്ലുകൾ താഴെ കൊടുക്കുന്നു. ഇവയിൽ സാധ്യമല്ലാത്ത സബ് ഷെല്ല് ഏതാണ്? 1p, 2p, 3d, 4f. 15. എ എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? അപ്പൊ ഇത്രയാ 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും നായയുടെ പര്യായ പദം കണ്ടെത്തുക. എ ആണ് സാരമേയം. 2. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും വില്ലിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. 1ഉം 3ഉം ആണ്. കാർമുകവും ധനുസും. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സിനോണിം ഓഫ് ഡെൽവ്? ബി ടു സെർച്ച് തറൗലി ആൻഡ് കെയർഫുള്ളി. 4. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് സി ആണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1918 ഇദ്ദേഹം 2 തവണയാണ് ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്. 1918 1926. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. 5. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഡി ആണ്. ഗുരുവിന്റെ ദുഃഖം ആരുടേതാ? സുകുമാർ അഴീക്കോടാണ് എഴുതിയത്. യുഗപുരുഷൻ എന്ന സിനിമയുടെ സംവിധായകനാണ് ആർ സുകുമാരൻ. നാരായണം എന്ന കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. ഗുരു എന്ന കൃതി രചിച്ചത് കെ സുരേന്ദ്രൻ. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. 6. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ? സി കന്നേറ്റി കായലിലാണ്. 7. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. തമിഴിലല്ലേ പറഞ്ഞത്? തമിഴിൽ പറഞ്ഞത് തൈക്കാടയ്യ. ഇതിന്റെ മലയാളം പരിവർത്തനമാണ് പ്രശസ്തമാക്കിയത് ആര്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. 8. ചുവടെ പറയുന്നവയിൽ തൈക്കാടയ്യയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാ? സി ആണ്. ശിവയോഗ രഹസ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള ജോഡികളെ. 1ഉം 2ഉം. ബി ആണ് ഉത്തരം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയും മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി. 10. വാഴത്തട വിപ്ലവം ചുവടെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യനാ. ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 11. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ പറ്റിയാണ് സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞത്? ബി വേദാധികാര നിരൂപണം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും സബ്ഷെൽ ഇലക്ട്രോൺ പൂരണത്തിന്റെ ശരിയായ ക്രമം എനർജിയുടെ അടിസ്ഥാനത്തിലാണ്. എ ആണ്. 1s നിറയും, അത് കഴിഞ്ഞ് 2s, പിന്നെ 2p, 3s, 3p, 4s കഴിഞ്ഞിട്ടാണ് 3d നിറയുന്നത്. അതായത് 3dക്കാണ് 4sനേക്കാളും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. അപ്പൊ ഇത് എനർജി ഇങ്ങനെ കുറഞ്ഞു വരുന്ന അടിസ്ഥാനത്തിലാണ് വരുന്നേക്കുന്നത്. 1s ലെസ് ദാൻ 2s ലെസ് ദാൻ 2p ലെസ് ദാൻ 3s ലെസ് ദാൻ 3p ലെസ് ദാൻ 4s ലെസ് ദാൻ 3d. അപ്പൊ 3dയുടെ എനർജിയാണ് 4sനേക്കാളും കൂടുതൽ. 13. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. എ ആണ് തെറ്റ്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞല്ല വരുന്നത്, കൂടിയാണ് വരുന്നത്. ഷെല്ലുകളുടെ എനർജി കൂടി വരും. അതായത് ബി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ മതി. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണം കുറയും, അതായത് പിടിച്ചു വെക്കാനുള്ള ശേഷി. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ കുറയുമല്ലോ. അപ്പൊ ഷെല്ലുകൾക്ക് അങ്ങോട്ടും പോകുമ്പോൾ എനർജിയും കൂടുതലായിരിക്കും. ഷെല്ലിലെ ഇലക്ട്രോൺസിനും എനർജി കൂടുതലായിരിക്കും. 14. ആറ്റങ്ങളിലെ ചില സബ്ഷെല്ലുകൾ താഴെ കൊടുക്കുന്നു. സാധ്യമല്ലാത്തത് ഏതാ? 1p. 1s മാത്രമല്ലേ ഉള്ളൂ, 1p ഇല്ല. അടുത്തത്, എ എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ വരുന്നു? 17ാം ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 17 അല്ലേ അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 287 എന്നാണ് എഴുതുന്നത്. 287. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 2s2, 2p6, 3s2,
3p5 എന്ന് വരും. 3s2 3p5 എന്ന് വരും. അപ്പോൾ പി സബ്ഷെൽ പി ബ്ലോക്കിലാണെന്ന് കിട്ടിയില്ലേ? അപ്പൊ പി ബ്ലോക്കിലെ എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പിയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൂടെ 12 കൂട്ടിയാൽ മതി. അപ്പൊ 12 പ്ലസ് പിയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 5, 17 ആണ് ഉത്തരം. 17. 17ാമത്തെ മൂലകം ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ. അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് കയറി പഠിച്ചേക്കണം. പഠിക്കാത്തവർ ആരെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയറി ഒന്ന് പഠിച്ചേക്കാം. ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നാളെ ഡേ 14 നാളത്തെ ടോപ്പിക്സ്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.